ഹായ് ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്നാണ് ബാലൻസ് ഷീറ്റ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, രണ്ടാമത്തെ ബാലൻസ് ഷീറ്റാണ്, മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ എന്തുകൊണ്ട് വിളിക്കുന്നു, അപ്പോൾ അതിനകത്തിൽ ബാലൻസ് എന്നുള്ള ഒരു വാക്കിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്കറിയാം, പൊതുവെ ഒരു ബിസിനസ്സിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡേറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു ഷീറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ബാലൻസ് ഷീറ്റിനെ ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്തുകൊണ്ട് ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോക്ക് അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് എന്നുള്ളൊരു പോർഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റിനെ കുറിച്ച് അത്യാവശ്യം എല്ലാ ഐഡിയ ഉള്ളവർക്കറിയാം. ബാലൻസ് ഷീറ്റിന് 2 വശങ്ങളുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. യൂഷ്വലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സും ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസും ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞ 2 പോർഷനാണ് പൊതുവെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ബാലൻസ് ഷീറ്റ് എപ്പോഴും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കമ്പനിയുടെ മൊത്തം ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, പിന്നെ അതിൻ്റെ കൂടെ റീറ്റേൺ ഏണിങ്സ്, പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമ്മാണ് അല്ലെങ്കിൽ ഫിഗറാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്തുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണറും എൻറ്റിറ്റിയും തമ്മിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഓണർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബിസിനസ്, ആൻഡ് വെൻ ദ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ ലയബിലിറ്റിയാണ് ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഏത് സമയത്തും ബിസിനസ് ഓവ് ചെയ്യുന്ന എമൗണ്ടാണ്, ഓണറിന് ഓവ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അത് മറ്റ് ലയബിലിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തായിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓണേഴ്സ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അത് കമ്പനികളും കോർപ്പറേഷനോടൊക്കെ വരുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നോർമൽ സോൾ ട്രേഡിംഗ് കൺസേണോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ സാറിന് അതിനെ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും മറു സൈഡുമായിട്ടുള്ള ലയബിലിറ്റി സൈഡും കൂടെ എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈച്ച് ആൻഡ് എവറി ഐറ്റം അതിനെ നമ്മൾ സമേഷൻ ചെയ്ത് നോക്കുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനെ ബേസ് ചെയ്താണ് എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റിനെ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരു അസറ്റിന് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ, അതായത് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷനും ബാലൻസ് ഷീറ്റിൻ്റെ 2 സൈഡിനെയും ഈക്വലായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്.
This equation ensures that every transaction affects both sides of the balance sheet equally. ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് വശത്തിനെ ഒരുപോലെ ബാധിക്കുന്നു എല്ലാ ട്രാൻസാക്ഷനും. അപ്പോൾ അങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് വശത്തെയും ടോട്ടൽ എപ്പോഴും കീപ്പിംഗ് ദ ടോട്ടൽസ് ഇൻ ബാലൻസ് ചെയ്യുന്നുണ്ടോ, ബാലൻസ് ചെയ്താൽ ഈക്വൽ ആയിരിക്കപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട് ഉദാഹരണങ്ങൾ. അപ്പോൾ ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു അസറ്റ് സൈഡ് കാണും, അതിനൊരു ലയബിലിറ്റി സൈഡ് കാണും. ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ്, ടോട്ടൽ ലയബിലിറ്റീസ് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയും. കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ പിന്നെ കറണ്ട് പീരീഡിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റുന്ന അസറ്റ്സിനാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ കറണ്ട് പീരീഡിൽ ഉള്ള നമ്മുടെ ഓബ്ലിഗേഷനാണ്. ആ കറണ്ട് പീരീഡിൽ തന്നെ അതിനെ നമുക്ക് ആ ഓബ്ലിഗേഷനെ നമുക്ക് റീപേ ചെയ്യേണ്ടതുണ്ട്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആണ്. അതിന് ഒരു ലോങ് പീരീഡ് ഓഫ് ലൈഫ് സ്പാൻ ഉണ്ട്. അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്കുള്ളതല്ല, ലോങ് പീരീഡിലേക്കുള്ളതായിരിക്കും. പിന്നെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ട്. അത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റേൺ ഏർണിങ്സ്. ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ആഡ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലിലേക്ക് ആയിരിക്കും. അത് കമ്പനികളെയൊക്കെ സംബന്ധിച്ച് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ഓണേഴ്സ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഹാസ് ടു സൈഡ്സ്. One side consists of total assets and the other side consists of total liabilities plus shareholders capital or shareholders equity. So balance sheet always operates on the fundamental accounting equation, that is asset is equal to, or assets is equal to liabilities plus equity, and that equation always says that every transaction affects both sides of the balance sheet equally. When an asset is affected, equally a liability side is also affected. So thus the totals are kept in balance. എപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽസ് ബാലൻസ് ചെയ്യപ്പെടും അങ്ങനെ. കാരണം ഒരു ട്രാൻസാക്ഷൻ അസറ്റിനെയും ലയബിലിറ്റിയെയും അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡിൻ്റെ ടോട്ടലിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എ ഷീറ്റ് വിച്ച് ഷോസ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് and their total amounts are balanced. Okay. അപ്പം ഇത് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് റിഫ്ലെക്ട്സ് ദിസ് ഇക്വേഷൻ. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഈ പറഞ്ഞ മൂന്ന് പോർഷൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ, പിന്നെ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുകയോ ലോസ് കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദ ബിസിനസ് ഓൺസ്. ബിസിനസ് എന്താണോ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നത്, ബിസിനസിൻ്റെ പ്രോപ്പർട്ടീസ്, ബിസിനസിൻ്റെ ആസ്തികൾ, ഇതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദ ബിസിനസ് ഓസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് ബിസിനസിൻ്റെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസിൻ്റെ ട്രൂ ഓണറിനെ സംബന്ധിച്ച് വാട്ട് ഹി ഓർ ഷീ ഗെറ്റ്സ് ഫ്രം ദ ബിസിനസ്. That includes the initial capital plus the subsequent years of profit. If loss is there, loss shall also be considered while calculating the equity. So asset is equal to liabilities plus equity, that is the accounting equation, and the balance sheet has three components: assets, liabilities and equity. Assets means resources owned by the business. Whatever resources owned by the business is called assets. That is called cash, inventory, equipment, plant, building, land. So previous slide നമ്മൾ പറഞ്ഞു അസറ്റ്സ്, കറണ്ട് അസറ്റ്സും ഉണ്ട്, നോൺ കറണ്ട് അസറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. കറണ്ട് അസറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ
assets which can be converted into cash in the short period of time, say for example 1 year. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാഷ്. ക്യാഷ് നമുക്കറിയാം, ലിക്വിഡ് ക്യാഷ്, ഒരു ബിസിനസിൻ്റെ കയ്യിലിരിക്കുന്ന ലിക്വിഡ് ക്യാഷ് കറണ്ട് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് വിത്ത് ബാങ്ക്സ്, ആ ബിസിനസ്സിന് ബാങ്കിലുള്ള അക്കൗണ്ട്സിലുള്ള പൈസ, because that can be transacted very easily, that can be taken out, that can be used without any obstacle, right? So it's called current asset. Then inventory means the finished goods, or it can be the work in process. So finished goods can be sold and it can be converted into cash. So cash, inventory, etc. Accounts receivable means what the outsiders owes to the business, അല്ലേ? നമ്മൾ സാധനങ്ങൾ കടത്തിൽ വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് കമ്പനിക്ക് ബിസിനസ്സിന് തരാനുള്ള പൈസയാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്, അതിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നു. നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റ്, plant and machinery, furniture, building, computer, and all these things are non-current assets or fixed assets, because they are fixed for a long period of time, maybe 5 years, 10 years, etc. അപ്പോൾ നമുക്കൊരു ബിൽഡിങ്, ഒരു കമ്പനിക്ക് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ് ചിലപ്പം 20 years, 25 years, 30 yearsലൊക്കെ യൂസ് ചെയ്യാം. ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ it can be used for more than 5 years. Computer വാങ്ങിച്ചു കഴിഞ്ഞാൽ it can be used for 5 years. So these types of assets are called fixed assets. Then comes liabilities. Liabilities means what the business owes to the outsiders. Outsiders means others. It cannot be totally outsiders, because there can be some obligations to the insiders. അകത്തുള്ള സ്റ്റാഫിന് സാലറി കൊടുക്കുകയാണെങ്കിൽ അതൊരു ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ അത് ലയബിലിറ്റി ആണ്. അപ്പോൾ അതേഴ്സ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഔട്ട്സൈഡേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. Including outsiders. Obligations the business owes to others. Example, loans taken from the bank. Accounts payable means when we purchase raw materials and other things from outside suppliers, but the payment is not made, so it becomes accounts payable, and we have to make the payment after 30 days or 45 days. 30 ദിവസത്തിനും 45 ദിവസത്തിനും ഒക്കെ ശേഷം നമുക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം till the payment is made, that acts as accounts payable, or that remains in the balance sheet as accounts payable. So there is an obligation of the business to outsiders or others. So these are liabilities. And when we talk of liabilities, it too has two portions, like current liabilities and non-current liabilities, or fixed liabilities. So current liabilities is opposite to current assets, because liabilities are the obligations which are to be met during a short period of time, say for example 1 year. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കൊടുത്തു തീർക്കേണ്ട ഓബ്ലിഗേഷൻസ് ആണ് കറണ്ട് ലയബിലിറ്റീസ്. ഫിക്സ്ഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റീസ്. ഫിക്സ്ഡ് അല്ല, ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 years. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞു, ആ ലോൺ നമുക്ക് 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടൊക്കെ നമുക്ക് തിരിച്ച് റീപേയ്മെൻറ്റ് അതിന് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ലോങ് ടൈം ലയബിലിറ്റി, ഇറ്റ്സ് നോട്ട് എ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അതാണ് കറണ്ട് ലയബിലിറ്റിയും ലോങ് ടൈം ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. Then comes equity. It is the owner's claim after liabilities are subtracted എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ ഓണേഴ്സിനുള്ള ക്ലെയിമാണ്. വെൻ, അതായത് ലയബിലിറ്റീസ് എത്ര ഉണ്ടോ അത് കുറച്ച് കഴിഞ്ഞ് അസറ്റിൻ്റെ മുകളിലുള്ള ക്ലെയിമാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ അസറ്റ് ഉണ്ട്, 50 രൂപയുടെ ലയബിലിറ്റി ഉണ്ട്, ബാക്കി 50 രൂപ നെറ്റ് വർത്താണ്. ആ നെറ്റ് വർത്ത് ക്യാൻ ബി ക്ലെയിം ബൈ ദ ഓണർ. അതിനെ നമുക്ക് ക്യാപിറ്റൽ പ്ലസ് റിട്ടേൺ ഏർണിങ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അപ്പോൾ അതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞില്ല, ഓണേഴ്സ് ക്ലെയിം ആണ്. ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഓണേഴ്സ് ക്ലെയിം, ട്രൂ ഓണേഴ്സ് ക്ലെയിം ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി ആഫ്റ്റർ സബ്ട്രാക്ടിങ് ദി ലയബിലിറ്റീസ്. അസറ്റിൽ നിന്ന് ലയബിലിറ്റി എത്ര ഉണ്ടോ അത് കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള നെറ്റ് വർത്തിൻ്റെ മുകളിലുള്ള ഓണേഴ്സിൻ്റെ ക്ലെയിമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് എ ക്യാപിറ്റൽ, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ആദ്യം മുടക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഉൾപ്പെടുന്നു. അതിൻ്റെ അപ്പോൺ ദറ്റ് ക്യാപിറ്റൽ
സോ മേക്കിംഗ് ഇറ്റ് ആസ് എ ബേസ്. അതിനൊരു ബേസ് ആക്കിയിട്ടാണല്ലോ ബിസിനസ് ബിൽഡപ്പ് ചെയ്യുന്നത്. ആ ബിസിനസ് ബിൽഡപ്പ് ചെയ്തിട്ട് അസറ്റ് കൂടുതൽ ഉണ്ടാക്കുകയും ലയബിലിറ്റീസ് അതിൽ താഴെ നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദ ബിസിനസ് ഓണർ ക്യാൻ ഹാവ് ദ നെറ്റ് വർത്ത്. ഇഫ് ദാറ്റ് പ്രോസസ് ഈസ് റിവേഴ്സ്, മീൻസ് if the business is not making profit and it is making subsequent years of losses, the assets can be depreciated. So it's a loss for the owner. It's not called net worth, it's negative net worth or reverse net worth or something similar to that happens. So equity means owner's claim on the assets of the company after deducting or subtracting the liabilities prevailing. ഇപ്പോൾ നിലനിൽക്കുന്ന ലയബിലിറ്റീസ് എത്ര ഉണ്ടോ അത് കുറച്ചിട്ടതിന് ശേഷം എത്ര അസറ്റ് ഉണ്ടോ അതിൻ്റെ മുകളിലുള്ള ക്ലെയിമാണ്. Then our most important question is why balance sheet is called a balance sheet. Why it balances. എന്തുകൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ, ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലും രണ്ട് അക്കൗണ്ട്സിനെ അത് അഫക്റ്റ് ചെയ്യും, ഇമ്പാക്റ്റ് ചെയ്യും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഇക്വേഷൻ നിലനിൽക്കുന്നുണ്ട് എപ്പോഴും. അത് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത് ബാലൻസ് ഷീറ്റിലായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ തുടങ്ങി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തുടങ്ങി, പിന്നെ ബാലൻസ് ഷീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് പി ആൻഡ് എല്ലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പി ആൻഡ് എല്ലിൻ്റെ നെറ്റ് ഇഫക്റ്റ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യും. രണ്ട് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഇറ്റ് വിൽ ലാൻഡ് അപ്പ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ബാലൻസസ് എവറി ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ഓക്കെ, അടുത്തതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. നമുക്ക് ഓണർ, ഇപ്പം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓണർ ഇൻവെസ്റ്റ് $10,000 അല്ലെങ്കിൽ റുപ്പീസോ ആയിക്കോട്ടെ ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ ഒരാൾ മിസ്റ്റർ എ എന്ന് പറയുന്നൊരു ഓണർ, ഈ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ $10,000 അല്ലെങ്കിൽ ഡോളർ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സോ ഹൗ ഇറ്റ് അഫക്ട്സ് ദി അക്കൗണ്ടിങ് എൻട്രി അല്ലെങ്കിൽ വിച്ച് ഓർ അക്കൗണ്ട്സ് ആർ അഫക്റ്റഡ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്. So one account is affected, cash account is affected, and capital is also there. Capital account is also affected. So cash is an asset account, capital is owner's equity. So equation assets is equal to liabilities plus equity is here. Cash is in the form of asset. Owner's equity 10,000, cash 10,000. Total balance sheet 10,000. Because when ഒരു ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അത് അസറ്റ് അക്കൗണ്ടാണ്, പിന്നെ വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലിന് ക്രെഡിറ്റ്. അപ്പം ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അസറ്റിലേക്കും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കും, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡിലേക്കും പോകും. സോ എ സിംഗിൾ ട്രാൻസാക്ഷൻ, ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബാലൻസ് ഷീറ്റിനെ ബാലൻസ് ചെയ്യുന്നുണ്ടറിയാം. നെക്സ്റ്റ്, അടുത്തത് ഈ ബിസിനസ് ഓണർ ഒരു 5,000 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കട്ടെ. ദ ബിസിനസ് ടേക്സ് എ ലോൺ ഓഫ് $5,000 ഫ്രം എ ബാങ്ക്. അപ്പോൾ നമുക്കറിയാം ലോണ് ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ we are getting the cash. VR means the business is getting the cash. So again, asset is increased. At the same time, it gives rise to a loan account or a liability account. Asset increases, either cash or bank 5,000. Liabilities increases, loan payable 5,000. So when we take into account the accounting equation, assets is equal to liabilities plus equity. So asset is increased by 5,000. That is, cash is received from the bank. Liabilities are also increased because loan payable account is
coming there. So 5,000 is added to the asset account and 5,000 is added to the liabilities account. So again, balance sheet balances. So here when we look into the balance sheet, we can see owner's equity, as we already mentioned, 10,000. Bank loan, 5,000. So total liability side is 15,000. Cash is increased 5,000 from the previous position of 10,000. So now cash is 15,000. Asset side is 15,000. So we can see that balance sheet, the both sides are balanced by the net addition of 5,000. Then business is purchased an equipment for 2,000 rupees or $2,000. 2,000 രൂപയ്ക്ക് നമ്മൾ ഒരു ബിസിനസ് എക്യുപ്മെന്റ് മേടിക്കും. അപ്പം അഗെയിൻ equipment is an asset. So it is added to the asset account. It is added to the asset account and it reflects on the asset side of the balance sheet. So that asset side is increased by 2,000. Then what about the credit account or the liability side account? So we are paid cash. Therefore, what is already remained in the cash account is reduced by 2,000. Instead, അതിന് പകരം 2,000 മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെന്റ് ബാലൻസ് ഷീറ്റിന്റെ അവിടെ ആഡ് ചെയ്തതിനെ കോമ്പൻസേറ്റ് ചെയ്തു. ക്യാഷ് കുറഞ്ഞു 2,000. ആ കുറവ് ഈ പീസ് ഓഫ് എക്യുപ്മെന്റ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് അസറ്റ് സൈഡ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തതിനെ ഈക്വൽ ആക്കി. The business buys equipment worth rupees 2,000 using cash. 2,000 രൂപ ക്യാഷ് ബിസിനസ്സിൽ നിന്നും is flown out, but equipment came into. So both are assets, but one is current asset, one is fixed asset. But the same thing happens on the asset side of the balance sheet. So 2,000 is reduced, so that is compensated by the addition of 2,000. 2,000 is reduced. 2,000 is reduced in the cash account, but that is compensated by the addition of 2,000 in the fixed asset account. So again, that balancing happens. So now when we look into the total balance sheet, we can, when we look into the liability side, owner's equity is 10,000, it remains so. So bank loan is 5,000 is there. So total is 15,000. So what happened to the asset side? Cash is 13,000 now. Previously it was 15,000. Now it is reduced to 13,000. And 2,000 is added in the form of equipment. So that 2,000 is compensated. The reduction of 2,000 in the cash account is compensated by adding equipment to the tune of 2,000. Thus, the total of the balance sheet is balanced, and now it is 15,000 altogether. Liability side is 15,000, asset side is 15,000. So thus both the sides are balanced. So whatever transaction happens, it happens two sides of the balance sheet, because finally everything is reduced, everything is landed up in the balance sheet, because we are traveling from trading and profit and loss account and balance sheet. Trading and profit and loss account means if it's a manufacturing sort of company, ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഒക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സാധാരണ പറയുന്നത്. ഫാക്ടറിക്ക് മാത്രമല്ല, മറ്റ് പല ബിസിനസ്സുകൾക്കും ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റിന് വേണ്ടിയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ആണെന്ന് അറിയാൻ പറ്റും. ഇത് ഫൈനലി ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. സോ എവറിഥിങ് ഈസ് ഫൈനലി റെഡ്യൂസ് ടു ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അങ്ങനെ ബാലൻസ് ചെയ്യും, ഡെബിറ്റും ക്രെഡിറ്റും. എല്ലാ ലെഡ്ജേഴ്സിൻ്റെയും പിന്നെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്ത് അത് അസറ്റ് നേച്ചറിലുള്ളതും ലയബിലിറ്റി നേച്ചറിലുള്ളതും ബാലൻസ് ഷീറ്റിൽ വന്ന് അവസാനിക്കും. അപ്പം അങ്ങനെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യപ്പെടും. ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ബാലൻസ് ഷീറ്റ് അല്ല. ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വി ഹാവ് മെയ്ഡ് സം എറേഴ്സ് ഇൻ അവർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എവിടെയൊക്കെയോ എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷന് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി
എന്നുള്ള അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്ത്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് റൂൾസിനെ ബേസ് ചെയ്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് എപ്പോഴും ബാലൻസ് തന്നെ ചെയ്തിരിക്കും, അതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ മറ്റൊരു മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ 3 കോമ്പണൻസ് ഓഫ് ദ ബാലൻസ് ഷീറ്റാണ്. നേരത്തെ ഇത് പറഞ്ഞാണ്, ബാലൻസ് ഷീറ്റിൽ 3 കോമ്പണൻസ് ഉണ്ട്. 2 പോർഷൻ ഉണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ഉണ്ട്. അസറ്റ് കറണ്ട് അസറ്റ്സ് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി, ലയബിലിറ്റീസ് കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇക്വിറ്റി ക്യാപിറ്റലും റിട്ടേൺ ഏർണിങ്സും. റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുന്നു. അതാണ് റിട്ടേൺ ഏർണിങ്സ്, ക്യാപിറ്റൽ പ്ലസ് റിട്ടേൺ ഏർണിങ്സ്. നെറ്റ് വർത്ത്. അപ്പോൾ കറണ്ട് അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ്, അതായത് കറണ്ട് അസറ്റ്സ് പ്ലസ് ഫിക്സഡ് അസറ്റ്സ്, അതാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്, പിന്നെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, അതർ അസറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടുതലാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പം അതിനകത്തുള്ള കോപ്പി റൈറ്റ്സ്, പേറ്റൻസ്, പിന്നെ ട്രേഡ് മാർക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതർ അസറ്റ്സ് ഈ മൂന്നിലും പെടാത്ത മറ്റ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതർ അസറ്റ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഷോ ചെയ്യാൻ സാധിക്കും. ലയബിലിറ്റീസ് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ, ബിൽസ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺസ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോൺസ്, പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറണ്ട് ലയബിലിറ്റീസ് തന്നെയാണ്. ലോങ് ടൈം ലയബിലിറ്റീസ് വരുന്നത് ലോങ് ടൈം ലോൺസ്, ഇപ്പോൾ 3 to 5 years ഒക്കെ ടെനറുള്ള ലോൺസ് ഉണ്ടെങ്കിൽ അത് ലോങ് ടൈം ലയബിലിറ്റീസ് തന്നെയാണ്. അതുപോലെ ഏതെങ്കിലും മറ്റ് പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു ടൈം സ്പാനിലാണ് മീറ്റ് ചെയ്യാനുള്ളതെങ്കിൽ അത് ലോങ് ടൈം ലയബിലിറ്റീസ് തന്നെയാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, പെയ്ഡ് ഇൻ ക്യാപിറ്റൽ, ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് റിട്ടേൺ ഏർണിങ്സ് സബ്സിക്വൻ്റ്ലി. ലോസ് ഉണ്ടെങ്കിൽ ലോസിനകത്ത് നിന്ന് കുറയുകയും ചെയ്യും. അപ്പം അസറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ കോമ്പോണൻസാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ 3 കോമ്പോണൻസ് അല്ല, കോമ്പോണൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. 2 സെക്ഷൻ ഉണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ഉണ്ട്. ലയബിലിറ്റി സൈഡിന് പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും കൂടെ ഉൾപ്പെടും. അസറ്റ് സൈഡിൽ ടോട്ടൽ അസറ്റ്സ് കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ബിസിനസ്സിന് ബിൽഡിംഗ് ഉണ്ട്, അത് ഫിക്സഡ് അസറ്റാണ്. അപ്പം ബിസിനസ്സിന് ഒരു സ്വന്തമായ ലാൻഡ് ഉണ്ട്, ലാൻഡ് ഫിക്സഡ് അസറ്റാണ്. ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, അതുപോലുള്ള പിന്നെ കാറ്റഗറി വരുന്നതെല്ലാം ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് ആണ്. പിന്നെ ലയബിലിറ്റീസ് വരുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, അക്കൗണ്ട്സ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺസ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കറണ്ട് ലയബിലിറ്റീസ് തന്നെയാണ്. അത് ലോങ് ടൈം ലയബിലിറ്റീസ് തന്നെയാണ്, ലോങ് ടൈം ലോൺസ്, ലോങ് ടൈം പേയ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 കോമ്പണൻസ്, 2 സെക്ഷൻസ് അല്ലെങ്കിൽ അതിനകത്തിൽ വരുന്ന കോമ്പണൻസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അസറ്റ് സൈഡിൽ അസറ്റിൻ്റെ ടോട്ടൽ എന്താണോ അത് ലയബിലിറ്റീസിൻ്റെ ഇക്വിറ്റിയുടെ ടോട്ടൽ ആയിരിക്കണം. അപ്പോഴാണ് അത് ബാലൻസ് ചെയ്യുന്നത്. ആ ബാലൻസിങ്ങിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എവിടെയോ തെറ്റുണ്ട് എന്നുള്ളതാണ് അത് റിവീൽ ചെയ്യുന്നത്. ഇനിയും എന്തുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ബാലൻസ് ഷീറ്റ് ബാലൻസ് ബിക്കോസ് എല്ലാ ട്രാൻസാക്ഷനും ഡ്യുവൽ എഫക്റ്റ് ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്, ഡെബിറ്റും ഉണ്ട്. പിന്നെ ആ ഡ്യുവൽ എഫക്റ്റുള്ള ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. അക്കൗണ്ട്സിൻ്റെ ബേസിക് റൂളാണ് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിങ് റൂൾ അനുസരിച്ചിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യുന്നത്. എവരി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ എഫക്ട്സ് അല്ലെങ്കിൽ 2 എഫക്ട്സ്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ബിസിനസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, മറ്റൊരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ബാങ്ക് ലോൺ റിസീവ് അല്ലെങ്കിൽ ലോൺ ടേക്കൺ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ലോൺ അക്കൗണ്ട്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് ലോൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ്ഡ് എക്യുപ്മെൻറ്റ് ഫോർ ക്യാഷ്, എക്യുപ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു ബിക്കോസ് ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട് ഫ്രം ദ ബിസിനസ്.
asset is decreased, cash account is decreased, and equipment account is equipment as an account as an asset is increased, therefore it is debited. അതിനെ ഡെബിറ്റ് ചെയ്തു, അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, വന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, പോയ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിൽ ക്യാഷ് നമുക്ക് ബിസിനസ്സിന് ക്യാഷ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്, സോ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്തു, ദെയർഫോർ ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ലയബിലിറ്റി അക്കൗണ്ട് അറ്റ് ദ സെയിം ടൈം ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്, സോ ലയബിലിറ്റി അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. നോർമൽ അക്കൗണ്ടിങ് ബാലൻസ് അസറ്റിന് ഡെബിറ്റും ലയബിലിറ്റിക്ക് ക്രെഡിറ്റും ഓണേഴ്സ് ഇക്വിറ്റിക്ക് ക്രെഡിറ്റും ആയിരിക്കും. അതിൻ്റെ ഈ അക്കൗണ്ട്സിന് പിന്നെ റിവേഴ്സ് സംഭവിക്കുമ്പോൾ അതിനെ റിവേഴ്സ് ആയിട്ട്, ഇപ്പം അസറ്റ് നോർമൽ അക്കൗണ്ടിങ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും, അപ്പോൾ അതിന് റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റീസ് നോർമൽ അക്കൗണ്ടിങ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും, അതിൻ്റെ റിവേഴ്സൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതിൽ ഓണേഴ്സ് ഇക്വിറ്റി അത് തന്നെ. ഓണേഴ്സ് ഇക്വിറ്റിക്ക് നോർമൽ അക്കൗണ്ടിങ് ബാലൻസ് ക്രെഡിറ്റ് ആണ്, അതിൻ്റെ റിവേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യാറില്ല, അത് പ്രോഫിറ്റും ലോസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കുറയുക കൂടി ചെയ്യും ഓണേഴ്സ് ഇക്വിറ്റി. അസറ്റും ലയബിലിറ്റിയും നമുക്ക് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി പിന്നെ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അസറ്റും ലയബിലിറ്റി അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പിന്നെ ആപ്ലിക്കേഷനാണ്. നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യും, അസറ്റിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യും, അതിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ, ഇതിൻ്റെ രണ്ടിൻ്റെ. അപ്പം ബാലൻസ് ഷീറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് അതിന് ഡ്യൂവൽ എഫക്റ്റ്, എല്ലാ ട്രാൻസാക്ഷനും ഡ്യൂവൽ എഫക്റ്റ് ഉണ്ട്. ഒരു ഡെബിറ്റ് അക്കൗണ്ടിനെ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഡെബിറ്റ് അക്കൗണ്ടിനെ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടിനെ അത് പിന്നെ ബാധിക്കുന്നു അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുന്നതും, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തിൽ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ആ ടോപ്പിക്ക് മനസ്സിലാക്കുക, ബാലൻസ് ഷീറ്റിനെ നമ്മൾ മനസ്സിലാക്കുക. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മൂന്നിൻ്റെ പർപ്പസ് 3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ പിന്നെ ടോട്ടൽ സെയിൽസും ടോട്ടൽ സെയിൽസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പെൻഡ് ചെയ്ത എക്സ്പെൻഡിച്ചറിന് അറിയാൻ വേണ്ടി അതിൻ്റെ നെറ്റ് റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആയിരിക്കാം. പിന്നെ ബിസിനസ്സിൻ്റെ എക്സാക്റ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാറ്റസ് അറിയാൻ, ഹെൽത്ത് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡാണ് യൂഷ്വലി. അപ്പോൾ അസറ്റ് സൈഡിൽ അസറ്റുകളെല്ലാം, അസറ്റ് 2 നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും, ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസും നോൺ കറണ്ട് ലയബിലിറ്റീസും പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനിയും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.